ടോട്ടലി ഡിസാറ്റിസ്ഫൈഡ്. കാര്യം എന്താണ് ഇതിലുള്ള കഥയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് മഹാഭാരതത്തിലെ കുറേ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ തീം എന്താ, നമ്മളൊരു മൂവി കാണാൻ വരുമ്പോൾ ബേസിക്കലി ഒരു തീം ഉണ്ടാവും, നല്ലൊരു സ്റ്റോറി വേണം, ആക്ടിംഗ് ഇല്ലല്ലോ. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട അമിതാഭ് ബച്ചൻ കൊള്ളായിരുന്നു. കമലഹാസൻ എങ്ങനെയുണ്ട്? കമലഹാസൻ ലാസ്റ്റ് ആണ് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ക്യാമിയോ റോൾസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എല്ലാം കൊള്ളാം. സ്പേസ് ഉണ്ടായിരുന്നോ? എല്ലാവർക്കും ഉണ്ട് സ്പേസ്. കാര്യം നമ്മൾ വന്ന് കാണുമ്പോൾ ആദ്യം ടൈറ്റിൽ കാണിച്ചു, പിന്നെ ക്യാരക്ടേഴ്സ് കാണിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു മഹാഭാരതം കഴിഞ്ഞിട്ട് ആ ഒരു യുഗം കഴിഞ്ഞ് ഇപ്പോഴത്തെ യുഗത്തിലെ കാര്യങ്ങളും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. കാര്യം കൽക്കിന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ടൈറ്റിലായിരുന്നു എന്നെ കാണാൻ ഇൻട്രസ്റ്റ് ആക്കിയത്. അപ്പം വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു യുഗത്തിൽ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും അല്ല. ബാക്കി ഓവറോൾ VFXും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, കുഴപ്പമില്ല. പ്രഭാസാണ് മെയിൻ. ഒരു നല്ലൊരു റോളായിരുന്നു. അമിതാഭ് ബച്ചൻ്റെയും നല്ല റോളായിരുന്നു. പക്ഷേ ഒരു ലാഗ് നല്ല ഫീൽ ചെയ്തു. ഈ റിവ്യൂ പറഞ്ഞിട്ടാണ് കേട്ടിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ ആ ഒരു ഫീൽ കിട്ടിയില്ല, കുറച്ച് ലാഗ് നല്ലതായിട്ട് ഫീൽ ചെയ്തു. കുഴപ്പമില്ല. വിഷ്വലി ഇമ്പ്രസീവ് ആണ്, സൂപ്പറാണ്. അല്ലേ, ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ നടക്കുന്ന രീതി അല്ലാന്ന് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എന്തെങ്കിലും ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് അതിനെക്കുറിച്ചാണ് കൂടുതലും പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നല്ലൊരു കഥ വേണ്ടേ ഇതിലെന്താണ് കഥ? അത് മാത്രമല്ല അവസാനം തീർന്നപ്പോൾ എന്നുവെച്ചാൽ കാണിക്കുമല്ലോ ലാസ്റ്റ് ഫിലിം ബൈ, അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലല്ലേ സെക്കൻഡ് പാർട്ട് കാണാൻ പറ്റുള്ളൂ. സോ ടോട്ടലി ടു ബി ഫ്രാങ്ക് ഡിസാറ്റിസ്ഫൈഡ്. എനിക്കെൻ്റെ റീഫണ്ട് കിട്ടിയെങ്കിൽ ഐ എം ഹാപ്പി. ഇത് കമലഹാസനും പിന്നെ അമിതാഭ് ബച്ചനൊക്കെ കിടിലുമായിരുന്നു. പിന്നെ പ്രഭാസ് ഒന്നും പറയില്ല, സൂപ്പർ. ക്യാമിയോ റോൾസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്യാമിയോ റോൾസ് ഒക്കെ കയറില്ല, പക്ഷേ ദുൽഖറിന് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടൊരു ചെറിയൊരു ഇതുണ്ട്. പക്ഷേ ബാക്കിയല്ല സൂപ്പറായിരുന്നു. വിജയ് ദേവറകൊണ്ടൊക്കെ കിടില സാറ്റിസ്ഫാക്ട് ആണ്. കാര്യം എന്താണ് കഥയെന്നൊന്നും പറഞ്ഞിട്ടുള്ള അകപ്പാട് കുറേ ഗ്രാഫിക്സ് ഉണ്ട്, അല്ലാതെ ടോട്ടലി കാണുമ്പോൾ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. പക്ഷേ നമുക്കൊന്നും മനസ്സിലാവില്ല കാണുമ്പോൾ. എന്തോ മഹാഭാരതത്തിലെ പഴയ കഥകളിനെ കുറിച്ചൊക്കെ ഇതുണ്ട്, പിന്നെ ഇപ്പോഴത്തെ യുഗത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതൊക്കെ അതിൽ കാണിക്കുന്നു. പിന്നെ കൂടുതലും ക്രൂവൽറ്റി. എങ്ങനെയുണ്ട് പ്രഭാസും കമലഹാസൻ അമിതാഭ് ബച്ചൻ? നല്ല അഭിനയമായിരുന്നു. കൽക്കി കലക്കിയോ? കൊള്ളാട്ടെ. പെർഫോമൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതില് അമിതാഭ് ബച്ചൻ കൊള്ളാം. കൊള്ളായിരുന്നു, നല്ല ഫൈറ്റിങ്. അത് കൊള്ളായിരുന്നു. പ്രഭാസൊക്കെ നന്നായിട്ട് നല്ല രസമുണ്ട്. കൊള്ളാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പടത്തില്. അതിനകത്ത് VFX ചെയ്തേക്കുന്നത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഒരു മഹാഭാരതം അവരൊക്കെ പുള്ളിനെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടാണ് ചെയ്തത്.